21 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കോമ്പറ്റീറ്റർ പോലും ഇല്ലാത്തൊരു വെഹിക്കിൾ ഉണ്ട്. വേറൊരു മൾട്ടിപർപ്പസ് വെഹിക്കിൾ ആയിട്ട് വന്നിട്ട് മൾട്ടി പ്രീമിയം വെഹിക്കിൾ ആയ ഒരു കാർ ഉണ്ട്. So, welcome to 26. Let's taste 26 cars. Today we are talking about Innova. 2005 ഇന്നോവ ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ടൊയോട്ടയുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ടൊയോട്ട കോളിസിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇന്നോവ വന്നത്. 2005 മുതൽ 2015 വരെ ഇന്നോവയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു എഞ്ചിനാണ് 2.5 ലിറ്റർ 2KD FTV D40 ഡീസൽ എഞ്ചിൻ. പ്രൊഡ്യൂസേഴ്സ് അറൌണ്ട് 102 ഹോഴ്സ് പവർ, അതുപോലെ 200 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഇല്ലെങ്കിലും 5 ലക്ഷം 6 ലക്ഷം കിലോമീറ്റർ ഒന്നും ഈ എഞ്ചിന് ഒരു വിഷയമല്ല. പക്ഷേ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നില്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു, അത് പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻസിലായിരുന്നു. അത് 2007 തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2009 നമുക്ക് ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് 2012 സെക്കൻഡ് ഫേസ് ലിഫ്റ്റും കിട്ടി. ആ ഒരു സമയത്ത് ടൊയോട്ട പോലും ഇന്നോവനെ മൾട്ടി പർപ്പസ് വെഹിക്കിൾ എന്നുള്ളത് മാറ്റിയിട്ട് മൾട്ടി പ്രീമിയം വെഹിക്കിൾ എന്ന് വിളിച്ചു. പല ബ്രാൻഡിന്റെയും പല കോമ്പറ്റീറ്റേഴ്സ് വന്നെങ്കിലും ഇന്നോവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 2013 മിഡോട് കൂടിയിട്ട് ഫൈനൽ ഫേസ് ലിഫ്റ്റും വന്ന് 2015 കൂടിയിട്ട് ഇന്നോവ ഡിസ്കണ്ടിന്യൂ ചെയ്തു. നമുക്ക് ഉണ്ടായിരുന്ന പെട്രോൾ എഞ്ചിൻ 2010 ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നു. അതിനുശേഷം 2016 സെക്കൻഡ് ജനറേഷൻ ഇന്നോവ വരുന്നത്, ഇന്നോവ ക്രിസ്റ്റ. ലക്ഷറിയിലും കംഫർട്ടിലും ഫീച്ചേഴ്സിലും സ്പേസിലും പെർഫോമൻസിലും ഫസ്റ്റ് ജനറേഷൻ ഇന്നോവനായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല ക്രിസ്റ്റ. അത്രക്കും അഡ്വാൻസ്ഡ് ആയിട്ടാണ് ക്രിസ്റ്റ വന്നത്. ക്രിസ്റ്റയിലാണ് നമുക്ക് ആദ്യമായിട്ട് ഡീസൽ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത്. നമുക്ക് 2 ഡീസൽ എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. 2.4 ലിറ്ററും 2.5 ലിറ്ററും. 2.4 ലിറ്റർ ഉണ്ടാക്കുന്ന പെർഫോമൻസ് 150 ഹോഴ്സ് പവറും അതുപോലെ 343 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ ഫോർച്യൂണറിന്റെ അതേ ടോർക്ക്. പക്ഷേ 2.4 ലിറ്ററിൽ നമുക്ക് മാനുവൽ എഞ്ചിൻ ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2.8 ലിറ്ററിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നത്. അറൌണ്ട് 174 HP അതുപോലെ 360 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് അതിന്റെ പെർഫോമൻസ്. പക്ഷേ നമുക്ക് 2.8 ലിറ്റർ ഡീസൽ എഞ്ചിൻ അധിക കാലമൊന്നും ഉണ്ടായിരുന്നില്ല. BS6 എമിഷൻ നോംസ് വന്നോട് കൂടിയിട്ട് 2.8 ലിറ്റർ ടൊയോട്ട ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് 2.4 ലിറ്റർ എഞ്ചിനിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുത്തിരുന്നത്. അതിനും അത്ര ആയുസ് ഉണ്ടായിരുന്നില്ല. ഒരു 2 കൊല്ലം ആകുമ്പോഴേക്കും BS6 phase 2 വന്ന സമയത്ത് 2.4 ലിറ്ററിൽ നിന്നും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒഴിവാക്കി. പിന്നെ വീണ്ടും വെറും മാനുവൽ മാത്രമായി. നമുക്ക് ക്രിസ്റ്റ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിലും അവൈലബിൾ ആയിരുന്നു. അങ്ങനെ 2022 ലാസ്റ്റിലാണ് ഐക്രോസ് ലോഞ്ച് ചെയ്യണത്. നമ്മൾ സെക്കൻഡ് ജനറേഷനിലേക്ക് മാറിയ പോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇന്നോവനെ യാതൊരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ തന്നെയാണ് ഹൈക്രോസ് ഇറങ്ങിയത്. പക്ഷേ ഇതിലുള്ള ഒരു മെയിൻ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്ര കാലം കിട്ടിക്കൊണ്ടിരുന്ന ഇന്നോവ എന്ന് പറയുന്നത് ലാഡ്രോൺ ഫ്രെയിം ഷാസി വെഹിക്കിൾ ആയിരുന്നു. ഫസ്റ്റ് ജനറേഷൻ ആയാലും സെക്കൻഡ് ജനറേഷൻ ആയാലും മീൻസ് ഫോർച്യൂണറിലും ഹൈലക്സിലും അതുപോലെ ഇന്നോവയും കൂടെ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. പക്ഷേ ഹൈക്രോസിലേക്ക് വന്ന സമയത്ത് അത് മോണോകോക്ക് ഡിസൈൻ ആയി. ശരിക്കും പറഞ്ഞാൽ ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ സെഡാൻ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആയി. പിന്നെ നമുക്ക് ആകെ പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻസിലാണ് ഈ വണ്ടി മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, മാനുവൽ ട്രാൻസ്മിഷനും നമുക്ക് അവൈലബിൾ അല്ല. ഇതിന്റെ മുന്നേ ക്രിസ്റ്റ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പല വഴികളിൽ ടൊയോട്ട നോക്കിയെങ്കിലും കൂടിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡ് കാരണം അവർ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് ക്രിസ്റ്റ മാനുവലിൽ മാത്രമായിട്ട് ഒതുങ്ങി. ഇന്നോവ എന്നുള്ള ഒരു വെഹിക്കിൾ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ഹൈക്രോസ് മാത്രമായി ഓപ്ഷൻ. ഹൈക്രോസിൽ തന്നെ 2 പവർ ട്രെയിനിലുണ്ട്. ഒന്ന് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഉള്ള വെഹിക്കിൾ ഉണ്ട്, അതുപോലെ ഹൈബ്രിഡ് ഓപ്ഷനും ഉണ്ട്.